ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന്യരായ ബദർ സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, പ്രിയപ്പെട്ട സാഹിത്യോത്സവ മത്സരാർത്ഥികളെ, നല്ലവരായ മഞ്ചേരിയിലെ സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകരെ, പ്രദേശവാസികളെ, ഇത്ര അച്ചടക്കമുള്ള ഒരു പ്രോഗ്രാം, ഇത്ര ബൃഹത്തായ ഒരു പ്രോഗ്രാം ഇതുവരെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല എന്ന് ഗോവയിൽ നിന്ന് ഇവിടെ ഒന്ന് പറയാൻ, നമ്മുടെ പ്രസ്ഥാനത്തിന് അങ്ങനെ ഒരാളെ കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളത് അത് നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ മാത്രം പ്രാധാന്യമാണ്, പ്രത്യേകതയാണെന്നാണ് ഈ സമയത്ത് എനിക്ക് പറയാനുള്ളത്. ദീർഘമായി ഞാൻ സംസാരിക്കുകയല്ല. ഈ പതാക ഇന്ന് പാറിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ഗ്രാമങ്ങളിൽ മാത്രമല്ല, അങ്ങ് കാശ്മീരിൻ്റെ മലമടക്കുകളിൽ മുകളിൽ അവിടുന്ന് തുടങ്ങി കന്യാകുമാരി വരെയുള്ള മുഴുവൻ സംസ്ഥാനങ്ങളിലും ഈ പതാക പാറിക്കളിക്കുന്നുണ്ട്. ഇതിൻ്റെ കീഴിൽ ഖേത്തികളിൽ ഇരുന്നു കൊണ്ട് അവരവരുടെ ട്രാക്ടറുകൾ സ്റ്റേജാക്കിക്കൊണ്ട് പണ്ട് നാം ചെയ്തിരുന്നത് പോലെ, ബഹുമാനപ്പെട്ട മഞ്ഞപ്പറ്റ ഉസ്താദ് അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാവട്ടെ, നാം മുന്നേ ചെയ്തിരുന്നത് പോലെ കൃഷിയിടങ്ങളിൽ പന്തല് കെട്ടിയിട്ട് സാഹിത്യോത്സവം നടത്തിയിരുന്ന പഴയകാലം നമുക്ക് ഓർമ്മയുണ്ട്. ആ ഓർമ്മ പുതുക്കിക്കൊണ്ട് ഇന്ന് ഹരിയാനയിലെ ഉന്നൂഹിലെ പ്രവർത്തകർ അവിടെ സാഹിത്യോത്സവം നടത്തിയത് അവരുടെ ഖേത്തിയിലെ അവരുടെ ജീവിതമാർഗമായ ട്രാക്ടറുകൾ സ്റ്റേജാക്കിയിട്ടാണെങ്കിൽ നമുക്ക് പ്രതീക്ഷയുണ്ട്. അങ്ങ് കാശ്മീരിലെ മടിമടക്കുകളിൽ പാറയിലിരുന്നു കൊണ്ട് പ്രസംഗിക്കുന്നു, അതിന് താഴെ ഇരുന്നു കൊണ്ട് വിദ്യാർത്ഥികൾ പാട്ടുപാടുന്നത് കേൾക്കുമ്പോൾ നമുക്ക് ഉൾപ്പുളകമുണ്ടാകുന്നത് ഈ പ്രസ്ഥാനം അത് അജയ്യമാണ് എന്ന് തെളിയിക്കുന്നു, ഈ രാജ്യത്തിൻ്റെ പ്രതീക്ഷയായി വളരുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. എന്തേ SSFകാർക്ക് ഗോവയിൽ എന്ന് പലരും ചോദിച്ചു. തൊപ്പിയിട്ട് SSFകാർക്ക് എന്തേ ഗോവയിൽ? അവിടെ കാസിനോകളിൽ ക്യാഷ് ചെലവഴിക്കാനും ബാറുകളിൽ ചൂതാടും പോകുന്ന ആളുകളല്ലേ ഗോവയിൽ പോകേണ്ടതെന്ന് ചോദിച്ചവരോട് നമുക്ക് പറയാനുള്ളത്, ഗോവയ്ക്ക് ഒരു ചരിത്രമുണ്ട്. ബീജാപ്പൂർ സൽത്തനേറ്റിൻ്റെ കീഴിൽ അജയ്യമായ വളരെ സമ്പന്നമായ ഒരു കാലഘട്ടം ഗോവയ്ക്കുണ്ടായിരുന്നു. അത് മുഴുവനും തകർത്തു കളഞ്ഞ പാശ്ചാത്യൻ പോർച്ചുഗീസുകാരൻ അവിടെയുള്ള ആളുകൾ രമിപ്പിച്ചുകൊണ്ട് ആ നാടിൻ്റെ സംസ്കാരം തകർത്താൻ ക്ഷണിച്ച അതിൻ്റെ ഫലമായിട്ടാണെന്ന് ഇന്ന് ഗോവയിലേക്ക് നമ്മുടെ യുവമിഥുനങ്ങൾ, നമ്മുടെ കുട്ടികൾ അവിടെ പോയിട്ട് ബാറുകളിൽ പബ്ബുകളിൽ പോകുന്നതെങ്കിൽ അവിടെ SSFകാർ പോകണം. ഫറോവയുടെ കൊട്ടാരത്തിലാണ് മൂസാ നബി വളർന്നത്. അവിടെയാണ് ദഅവത്ത്, അവിടെയാണ് ധാർമ്മികതയിൽ എവിടെയുണ്ടോ അവിടെ കയറി ചെന്നുകൊണ്ടാണ് ധർമ്മം പറയേണ്ടതെന്നുള്ള SSFകാരൻ്റെ തിരിച്ചറിവാണ് ഗോവയിൽ സാഹിത്യോത്സവം വെച്ചത്. അതുകൊണ്ട് നമ്മൾ അവിടെ ഉണ്ടാവണം. ഈ മത്സരാർത്ഥികൾ ജയിച്ചവരല്ല, ഈ ഇരിക്കുന്ന നമ്മളൊക്കെയും ആര് ക്ഷണിച്ചാലും ഇല്ലെങ്കിലും നമ്മളവിടെ പോകണം. അതിനാണ് അല്പം അടുപ്പിച്ച് ഇങ്ങോട്ട് വെച്ച് തന്നത്. നമ്മൾ എവിടെയും പോകണം. കാശ്മീരിന് സാഹിത്യോത്സവം ഉണ്ടായാൽ നമ്മൾ പോയിട്ട് അവർക്ക് ശക്തി പകരണം. ഇൻഷാ അല്ലാഹ് ഇന്ത്യ രാജ്യത്ത് മുഴുവനും ഈ പ്രസ്ഥാനം അജയ്യമായി ഈ നേതൃത്വത്തിന്റെ കീഴിലെ പ്രസ്ഥാനം അത് വളർന്നു പന്തലിച്ച് ഈ നാടിൻ്റെ, നമ്മുടെ പ്രദേശത്തിൻ്റെ മുഴുവനും പ്രതീക്ഷയായി അത് വളരും, സംശയമില്ല. നമ്മുടെ രാജ്യം എവിടേക്ക് പോകുന്നുവെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. അല്പമെങ്കിലും ഒരു തിരുവെട്ടം കാണിച്ചു കൊടുക്കാൻ ധർമ്മ വിപ്ലവ പോരാളികളായ നമുക്ക് ബാധ്യതയുണ്ടെന്ന് മാത്രം ഈ സമയത്ത് വൈകിയ വേളയിൽ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ കേരള ഘടകത്തിൻ്റെ സാഹിത്യോത്സവം അവസാനിക്കുമ്പോൾ ഫാമിലി സാഹിത്യോത്സവിൽ 2 ലക്ഷം മത്സരാർത്ഥികൾ പങ്കെടുത്തിട്ടാണ് ഇവിടെ സംസ്ഥാന തലത്തിൽ ഇവിടെ മത്സരം സമാപിക്കുന്നതെങ്കിൽ ഇതേപോലെ ഇന്ത്യ രാജ്യത്ത് മുഴുവനും പരമാവധി ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് സാഹിത്യോത്സവം നടക്കുന്നു എന്നുള്ള സന്തോഷ വാർത്ത കൂടെ നിങ്ങളിൽ മുന്നിൽ പറഞ്ഞുകൊണ്ട് എല്ലാവിധ അനുമോദനങ്ങളും നേർന്ന് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.